ഹായ് ഡിയേഴ്സ്, 2024 ജൂലൈ 30 ആ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസമാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച വയനാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടതായി വന്നു. മേപ്പാടി കൂടിയാണ് കടന്നു പോകേണ്ടത്. അവിടെ എത്തിയപ്പോൾ പ്രകൃതിരമണീയമായ ചൂരൽമല സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു. മേപ്പാടിയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടിട്ടാ. റോഡും വളരെ മോശമാണ്. റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്തി. ബെയിലി പാലം കണ്ടു. ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് അനുവാദമില്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടു. മനസ്സ് വല്ലാതെ നീറി. ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും നിശബ്ദമായി എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. സുന്ദരമായിരുന്ന ഒരു പ്രദേശം ഇന്ന് യുദ്ധഭൂമി പോലെയായി. വീടുകളിൽ ചളിയും മണ്ണും മടിഞ്ഞുകൂടി കിടക്കുന്നു. ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അവസ്ഥ പറയാതിരിക്കുകയാണ് നല്ലത്. ഭംഗിയായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴ ഇന്ന് ഒരു ചാല് മാത്രമായിട്ട് ഒഴുകുന്നു. സുന്ദരമായ പ്രദേശം കണ്ട് ആർക്കാണാവും ഇത്ര അസൂയ തോന്നിയത്? ആ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാതെ ജീവിക്കാൻ സർവശക്തൻ ശക്തി നൽകട്ടെ.